ഓടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ ഹെഡ് ഗ്യാസ്കറ്റ് ഞാൻ കളയും. നിന്നെ കൊണ്ട് ഒരു 10-30,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ ഞാൻ മുടക്കിക്കും. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ വാഹനം ഓടിക്കാൻ പാടില്ലാത്തത്? അതായത് നമുക്കറിയാം പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. അതായത് മഴയുണ്ടെന്നുണ്ടെങ്കിൽ വാഹനം എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വാഹനം എടുത്തുകൊണ്ട് പോകും. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഓഫ് ചെയ്ത് മാറ്റിയിട്ട് ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്നും ആളെ വിളിച്ചുകൊണ്ട് വരേണ്ട സിറ്റുവേഷൻ ഏതാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾ വാഹനം ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യരുതെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങളുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ വാഹനത്തിൽ എന്തെങ്കിലും ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചു. അതായത് ഒരു വാർണിംഗ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം വാഹനത്തിൽ ഒരുപാട് വാർണിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. അതിൽ ഏത് വാർണിംഗ് ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് കളറിലുള്ള വാർണിംഗ് ലൈറ്റ്സ് കത്തിയാൽ, അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും റെഡ് ലൈറ്റിലുള്ള വാർണിംഗ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വാഹനം ഓടിക്കാൻ പാടില്ല. ഒരു കാരണവശാലും ഓടിക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കായിരിക്കും, സീറ്റ് ബെൽറ്റിൻ്റെ റെഡല്ലേ? റെഡാണ്, അത് സേഫ്റ്റിയാണ്, അത് സീറ്റ് ബെൽറ്റ് ഇടാതെ ഓടിച്ചിട്ട് ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ തട്ടിപ്പോയുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് റെഡ് കാണിക്കുന്നത്. പക്ഷേ അവിടെ റെഡ് ലൈറ്റ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ റെഡ് ലൈറ്റ് പ്രശ്നം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സീറ്റ് ബെൽറ്റിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വാഹനം ഓടിക്കാം, സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം ഓടിക്കാൻ സാധിക്കും. വേറെ എന്തെങ്കിലും ഇതുപോലത്തെ നമ്മുടേതായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ബാറ്ററി വാർണിംഗ് ലൈറ്റ്. അവൻ കുഴപ്പമില്ല, പക്ഷെ പേടിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബാറ്ററിയിലോട്ട് ചാർജ് കയറുന്നില്ല, അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിന് കംപ്ലൈൻ്റ് ഉണ്ട്, വാഹനത്തിൻ്റെ ബാറ്ററിയിൽ നിന്നാണ് കറണ്ട് കൺസ്യൂം ചെയ്ത് ആ വാഹനത്തിൻ്റെ ഓരോ കാര്യങ്ങളും എടുക്കുന്നതെന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് വാഹനത്തിൻ്റെ ബാറ്ററി വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാറ്ററി വാർണിംഗ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓടാം, പക്ഷേ ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പിലോട്ട് നേരെ ഓടിച്ചങ്ങ് കയറ്റിക്കോണം, വേറെ ഒന്നും ചിന്തിക്കില്ല. രണ്ടാമത്തെ കാര്യം എൻജിൻ ഓയിലിൻ്റെ വാർണിംഗ് ലൈറ്റ്. അതായത് ഈ കാണുന്ന ഒരു വാർണിംഗ് ലൈറ്റ് ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻജിൻ അന്നേരം ഓഫ് ചെയ്തോണം. കാരണം അന്നേരം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എൻജിന് പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ കംപ്ലൈൻറ്റ് നമുക്ക് തീർത്തെടുക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഓഫ് ചെയ്തില്ല, കുറച്ചുകൂടെ ഒന്ന് ഓടിച്ച് വർക്ക്ഷോപ്പ് വരെ ചെല്ലാൻ പറ്റുമോ എന്ന് നോക്കിയാലോ, ഏതാ ആ ഒരു ചിന്തയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലോട്ട് കൊണ്ടു ചെല്ലുന്നത്. കാരണം ഓയിൽ വാർണിംഗ് ലൈറ്റ് കാണിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓയിൽ കുറയുമ്പോൾ, അല്ലെങ്കിൽ വാഹനത്തിൽ ഓയിൽ ഇല്ലാതെ വരുമ്പോൾ അണ്ടർബോഡി ഹിറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഓയിൽ പുറത്ത് പോയിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യണം. ഈ ഒരു വാർണിംഗ് ലൈറ്റ്, അതായത് എഞ്ചിൻ ഓയിലിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വാഹനം ഓഫ് ചെയ്ത് നിങ്ങൾ ഇറങ്ങി ഹുഡ് തുറന്നിട്ട് എഞ്ചിൻ ഓയിൽ ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. എഞ്ചിൻ ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട, ധൈര്യമായിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കും. അന്നേരം നമുക്ക് മനസ്സിലാക്കാം എഞ്ചിൻ ഓയിൽ ഇല്ലാഞ്ഞിട്ടല്ല ഈ ലൈറ്റ് കാണിച്ചത്, പിന്നെ എന്തുകൊണ്ടായിരിക്കും? ഓയിലിൻ്റെ സ്വിച്ച് കൊണ്ടായിരിക്കും, ഓയിൽ സ്വിച്ചിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും, ഓയിൽ ഫിൽറ്റർ ഏതെങ്കിലും രീതിക്ക് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് കാണിക്കും. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് വരാം, അതായത് വരത്തില്ലെന്നല്ല, വരാം. അങ്ങനെ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വാഹനം ഓടിച്ചുകൊണ്ട് ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചിട്ട് അവരോട് ചോദിക്കാം, ഇതിങ്ങനെ ഒരു ലൈറ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ എഞ്ചിൻ ഓയിലുണ്ട്, എന്തായിരിക്കും കാരണം? മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം എൻജിൻ ഓവർ ഹീറ്റിൻ്റെ ലൈറ്റ്. അതായത് ഞാൻ ഈ കാണിക്കുന്ന ഓവർ ഹീറ്റിൻ്റെ ലൈറ്റ്, ഈ ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വാഹനം ഓടിക്കാൻ പാടില്ല. കാരണം ഇത് ബ്ലിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ചൂട് ഒരു പരിധിയിൽ കൂടുതൽ മേളിലോട്ടായി എന്നുള്ളത് നമുക്ക് സൂചന തരുന്നതാണ്. പക്ഷേ ഇത് കത്തി നിന്നാലോ? ഇത് കത്തി നിൽക്കുന്ന, പക്ഷേ എല്ലാ വാഹനത്തിലും ബ്ലിങ്ക് ചെയ്യണമെന്നില്ല കേട്ടോ, അത് ഞാൻ എടുത്ത് പറയുകയാണ്. എല്ലാ വാഹനങ്ങൾക്കും ബ്ലിങ്ക് ചെയ്യത്തില്ല, ചില വാഹനങ്ങൾക്ക് മാത്രം ബ്ലിങ്ക് ചെയ്യത്തുള്ളൂ. ഇത് കത്തി നിൽക്കുകയാണെങ്കിൽ ഡേഞ്ചർ എന്ന് തന്നെയാണ്. കാരണം ഇനിയും വാഹനം നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹെഡ് ഗ്യാസ്കറ്റ് കളയും. നമ്മുടെ എഞ്ചിൻ തന്നെ നമ്മളോട് പറയാം, ഇനി നീ വാഹനം ഓടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് ഞാൻ കളയും, നിന്നെ കൊണ്ടൊരു 10-30,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ ഞാൻ മുടക്കിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ആ തരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, വാഹനത്തിന് കംപ്ലൈൻ്റ് ആയി തുടങ്ങി, അതായത് കൂളൻ്റ് സർക്കുലേഷൻ നടക്കുന്നില്ലായിരിക്കും, റേഡിയേറ്ററിൻ്റെ ഫാന് കംപ്ലൈൻറ്റ് ഉണ്ടായിരിക്കും, തെർമോസ്റ്റാറ്റ് വാൽവിന് പ്രശ്നം ഉണ്ടായിരിക്കും, കൂളൻ്റ് എവിടെയെങ്കിലും അടിഭാഗത്ത് തട്ടുകയോ വല്ലതൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ ലീക്കായി പോയിട്ടുണ്ടായിരിക്കും. ഈ കാരണങ്ങളിൽ ഏത് വേണമെങ്കിലും വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ പറഞ്ഞൊരു കംപ്ലൈൻറ്റിലോട്ട് എത്താൻ വേണ്ടി. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇങ്ങനെ ഒരു റെഡ് വാർണിംഗ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വാഹനം സൈഡിൽ മറക്കാതെ പാർക്ക് ചെയ്തിട്ട് ഏറ്റവും അടുത്തുള്ള റോഡ് അസിസ്റ്റൻസിനെ നമ്മൾ വിളിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ്, അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ്, പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റ് അല്ലേ, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു, ലൈറ്റ് പോകുന്നില്ല, അന്നേരം എന്താ ചെയ്യാൻ പറ്റുന്നത്? അത് ഹാൻഡ് ബ്രേക്കിൻ്റെ സ്വിച്ച് പോയതായിരിക്കും, നമുക്ക് ഓടിച്ചേക്കാം. തെറ്റ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിനകത്തുള്ള ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ഇല്ലാതെ വരുമ്പോൾ, ബ്രേക്ക് ഫ്ലൂയിഡ് എങ്ങനെ ഇല്ലാതെ വരുന്നത്? കത്തുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഇല്ലാതെ വരുന്നത്? ലീക്ക് വരാം,
കത്താനുള്ള ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ റെയർ കേസാണ്. ബൂസ്റ്ററിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന്, അതായത് ഈ പറയുന്ന റിസർവ് ടാങ്കിൽ നിന്ന് മാസ്റ്റർ സിലിണ്ടർ വഴി മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് ബൂസ്റ്ററിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കത്താനുള്ള ചാൻസസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കത്തുമെന്നല്ല പറഞ്ഞ് ഉണ്ട്. അങ്ങനെ ഒരു ചാൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കത്തും. വേറെ അതിനകത്ത് ഡൗട്ടൊന്നുമില്ല. അതല്ലാതെ പിന്നെ പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ലീക്കായി പോകും. എങ്ങനെ ലീക്കായി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീൽ സിലിണ്ടർ ലീക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്, ഫ്രണ്ടിലത്തെ കാലിപ്പറിനകത്ത് എവിടെയെങ്കിലും ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്, പൈപ്പ് ലൈൻസിൽ എവിടെയെങ്കിലും ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ലീക്കായി പോയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഹാൻഡ് ബ്രേക്ക് വാർണിംഗ് ലൈറ്റ് ശരിക്കും ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ബ്രേക്കിംഗ് സിസ്റ്റത്തിന് പൂർണ്ണമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ്. ABSൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്കറിയാം ABS യെല്ലോ കളർ ഒരു വാർണിംഗ് ലൈറ്റ് ആണ് വരുന്നത്. പക്ഷേ ABS യൂണിറ്റിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ, മേജറായിട്ടുള്ളൊരു പ്രശ്നമാണ്, അതിൻ്റെ ഫ്യൂസ് പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റും കാണിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ABS ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ്, അതുകൊണ്ടാണ് ബ്രേക്കിൻ്റെ വാർണിംഗ് ലൈറ്റും കത്തുന്നത്. പക്ഷേ എന്തുകൊണ്ട് ABS യെല്ലോ ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ABS ഇല്ലെങ്കിലും വാഹനത്തിൻ്റെ ബ്രേക്ക് വർക്ക് ആകും. അതുകൊണ്ടാണ് ABSൻ്റെ ലൈറ്റ് യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ ലൈറ്റ്സിൽ നോക്കിയിട്ട് വേറെ എന്തെങ്കിലും രീതിക്ക് അബ്നോർമൽ ആയിട്ടുള്ള ഒരു നോയ്സ് നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് വരുന്നുണ്ട്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടില്ലാത്ത പോലത്തെ എന്തെങ്കിലും ഒരു ഹാർഡ് നോയ്സ് എഞ്ചിനകത്തുനിന്ന് വരികയാണെങ്കിലും പിന്നെയും ഓടിക്കരുത്. വാഹനം സൈഡിലോട്ട് ഒതുക്കി നിർത്തിയേക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എന്താണ് ആ കംപ്ലയിൻറ്റ് എന്നുള്ളത് അറിഞ്ഞ് റെക്ടിഫൈ ചെയ്തിട്ട് മാത്രം വാഹനം എടുക്കുന്നതായിരിക്കും നല്ല. കാരണം നാളെ ഒരു എഞ്ചിൻ പണിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു റേറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഒരു തലവേദന അല്ലെങ്കിൽ ആ ഒരു ബാധ്യത എടുത്ത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.